മലയാള സിനിമ എന്നെ വേണ്ട വിധം ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഉണ്ടല്ലേ? ചില ജേർണലിസ്റ്റുമാർ എന്റെ ഇപ്പൊ PR ചെയ്യാൻ പോവാണ്. അല്ല, എനിക്ക് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് എന്നെ പറ്റി. അത് ഞാൻ മാറ്റാനും പോകാറില്ല. ആൻഡ് ഐ ഡോണ്ട് കെയർ. ഐ ഹാവ് ദാറ്റ് ആറ്റിറ്റ്യൂഡ് ഓൾസോ. ഐ ഡോണ്ട് കെയർ ബിക്കോസ് എനിക്ക് എല്ലാവരെയും ബോധ്യപ്പെടുത്തി അവരുടെ 100% മാർക്സ് കിട്ടാൻ ഞാൻ ഇവിടെ ഇരിക്കുന്നില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും തെറ്റിദ്ധാരണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ 1 to 1 ക്ലിയർ ചെയ്യുന്ന ഒരാളാണ്. ഐ എം 100% ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഞാൻ. ജെന്യുവൻലി ഐ വിൽ നോട്ട് ഹൈഡ് എനിത്തിങ്. പക്ഷേ തെറ്റിദ്ധാരണങ്ങൾക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സിനിമകൾ വരാറുണ്ട്. വരുന്ന സിനിമകളിൽ ഞാൻ പിക്കപ്പ് ചെയ്ത് ഞാൻ വർക്ക് ചെയ്യാറുണ്ട്. ചില ആൾക്കാർക്ക് അത് തോന്നുന്നുണ്ടാവും അത് നല്ല സിനിമയല്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ എല്ലാ കുഞ്ഞുങ്ങളും സൂപ്പർ കുഞ്ഞുങ്ങളാണ്. അത്രേ ഉള്ളൂ. റെമ്യൂണറേഷൻ സംബന്ധിച്ച് പല പ്രൊഡ്യൂസേഴ്സിനോടും തല്ലുണ്ടാക്കേണ്ടി വന്നിട്ടുണ്ട്. ഇല്ലില്ല, ഞാൻ യൂഷ്വലി തുടങ്ങുമ്പോ തന്നെ ഫുൾ പൈസ വാങ്ങിച്ചിട്ടാണ്. അല്ല, അങ്ങനെയല്ല. ആദ്യം തൊട്ട് തുടങ്ങും. ये देने का है, रखने का है, मिलने का है. ഇത് പറഞ്ഞു തീരണേന് മുന്നേ ഒരു പൈസയൊക്കെ അക്കൗണ്ടിൽ. ഐ എം വെരി ക്ലിയർ. I only work for money and I need my salary. Correct. I am very clear about it. I know freebies. I don't do ഒരു ഫ്രീ വർക്ക് ഇല്ല, ഒന്നുമില്ല, ആർക്കും വേണ്ടിയും ചെയ്യാറില്ല. അത്രേ ഉള്ളൂ. അത് തന്നെ വേണം അല്ലേ? നമ്മുടെ എന്തായാലും നിങ്ങൾ അഭിപ്രായം പറയാൻ പോവാണ്. എന്തായാലും നിങ്ങൾ നല്ല നല്ല കാര്യങ്ങളെ എന്നെ പറ്റി പറയാൻ പോകുള്ളൂ. അതുകൊണ്ട് എനിക്ക് പുല്ലാണ്. എന്തൊക്കെ തിരക്കുകളുണ്ടെങ്കിലും വർക്ക്ഔട്ടും ഡയറ്റും ഞാൻ മുടക്കാറില്ല. അതെല്ലാം ചെയ്യാറുണ്ടോന്ന് തോന്നുന്നു. ആണല്ലേ? ഇനിയൊന്നും പറയാനില്ലെന്നാണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണല്ലേ? ചോദിക്കരുതായിരുന്നു. എന്റെ ഭാഗത്തും തെറ്റുണ്ട്, അത് ചോദിക്കരുതായിരുന്നു. ഒരാക്കലായിരുന്നു. എന്നെ വിളിച്ച് ചെയ്തതാണ്, ചെയ്യിപ്പിച്ചതാണ്. ഇതിന്റെ പിന്നിൽ എന്തോ ഒരു പ്ലാൻ ഉണ്ട്. മലയാള സിനിമയിൽ ഒരു ബോൾഡ് ചേഞ്ച് കൊണ്ടുവന്നത് ഞാനാണ് എന്നുള്ളൊരു തോന്നൽ എനിക്ക് എവിടെയെങ്കിലും ഒക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഉണ്ടല്ലോ. അത് നിങ്ങൾക്കുണ്ട്. താങ്ക് യു. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ശ്വേത ചേച്ചിയെ കുറിച്ച് ഇപ്പൊ നമ്മൾ പെട്ടെന്ന് പറയുമ്പോ എല്ലാവരും നമ്മൾ ഈ രതി നിർവേദം ഒന്നും ഒക്കെ ചിന്തിച്ചു പോകില്ല. ഞാനില്ലേ, എനിക്ക് എപ്പോഴും ചേച്ചിയെ കുറിച്ച് ഓർമ്മ വരുന്നത് ജലശൈലി ആ പാട്ടാണ്. ആ പാട്ട് ചേച്ചി പാടൂ. യോ നോ വേ. എന്നാലും പ്ലീസ്. ലാപ്ടോപ്പ്, മദേഴ്സ് ലാപ്ടോപ്പ്. അത് സിനിമ ചെയ്ത് അത് എങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ എന്നോട് പറഞ്ഞു സുരേഷ് ഗോപിന്റെ അമ്മേന്റെ റോളാണ്.